അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരുടെ വഫാത്തിന് ശേഷം മഹദിയായ ഫാത്തിമ ബീവി വല്ലാതെ തളർന്നു പോവുകയാ. ഫാത്തിമ ബീവി വല്ലാതെ തളർന്നു പോവുകയാ. ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വിയോഗം കൊണ്ട് ഏറ്റവും വലിയ നഷ്ടം അനുഭവിച്ചത് മഹദിയായ ഫാത്തിമ ബീവിയല്ലേ? മുത്തുനബിയുടെ പൊന്നുമോളല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, ആ ദിവസമല്ലയോ ഉമർ തങ്ങൾക്ക് തന്റെ ബോധം നഷ്ടപ്പെട്ടു പോയത്, ഉസ്മാൻ തങ്ങളുടെ ബോധരഹിതരായി വീണുപോയത്, അലിയാര് തങ്ങളുടെ മൂകനായി തളർന്നു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാ, ഹബീബിന് 10 വർഷം സേവനം ചെയ്ത മഹാനാ. അല്ലാഹുവിന്റെ ഹബീബിന് 10 വർഷക്കാലം മുത്തുനബിക്ക് സേവനം ചെയ്ത അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ്. അവിടുന്ന് പറയുന്നു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിൽ കടന്നു വന്ന ദിവസമുണ്ടല്ലോ, തോലഅൽ ബദറു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ. സുന്ദരമായ തോലയുടെ ആരവങ്ങളോടുകൂടി അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ കടന്നു വന്ന ദിവസം, അതിനേക്കാളും സുന്ദരമായൊരു ദിവസം മദീനയിൽ കടന്നു പോയിട്ടില്ല. മദീനയിൽ അതിനേക്കാളും സുന്ദരമായ ദിവസം കടന്നു വന്നിട്ടില്ല. ഹബീബി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ദിവസമുണ്ടല്ലോ, അതിനേക്കാളും അന്ധകാരം നിറഞ്ഞ, അതിനേക്കാളും വേദന നിറഞ്ഞ, അതിനേക്കാളും പ്രയാസം നിറഞ്ഞ ഒരു ദിവസം മദീനയിൽ കടന്നു വന്നിട്ടില്ലെന്ന് മഹാനായ അനസ് തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിനെ ഖബറടക്കിയതിനു ശേഷം, അല്ലാഹുവിന്റെ റസൂലിനെ ഖബറടക്കിയതിനു ശേഷം മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലിയാര് തങ്ങളോട് ചോദിക്കുകയാ, അല്ലയോ അലിയേ, ഹബീബായ റസൂലുള്ളാഹിയെ ഖബറടക്കാൻ നിങ്ങളും ഉണ്ടായിരുന്നല്ലോ അലിയേ, മുത്തുനബി തങ്ങളെ ഖബറടക്കാൻ നിങ്ങളും ചാരത്തുണ്ടായിരുന്നല്ലോ അലിയേ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് അലിയേ എന്ന് മഹദിയായ ഫാത്തിമ ബീവി വേദന കൊണ്ട് ചോദിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് തങ്ങളോടും ചോദിച്ചിരുന്നു, അനസേ, കാരുണ്യത്തിന്റെ മുസ്തഫായ റസൂലുള്ളാഹിയുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടാൻ, അവിടെ നിന്ന് ഖബറടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു അനസേ? വേദനയുടെ അങ്ങേയറ്റമാണ് പ്രിയപ്പെട്ട മുഅ്മിനേ, വേദനയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിന്റെ ചാരത്തേക്കാണ് മഹദിയായ ഫാത്തിമ ബീവി കടന്നു വന്നിട്ട്, മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് മഹദിയായ ഫാത്തിമ ബീവി അവിടുന്ന് പാടുകയാണ്, സുബ്ബത്ത് അലയ്യ മസായിബുല്ലോ അന്നഹാ സുബ്ബത്ത് അലൽ അയ്യാമി ഉദ്ന ലയാനിയാ. എന്റെ മേൽ വന്നു ഭവിച്ച പ്രയാസമുണ്ടല്ലോ, എന്റെ മേൽ വന്നു വീണ പ്രതിസന്ധി ഉണ്ടല്ലോ, അത് തിളങ്ങുന്ന പ്രശോഭിതമായ പ്രഭാതത്തിന്റെ മേലാണ് വന്നു വീഴുന്നതെങ്കിൽ, ഈ രാവിന്റെ മേലായി രാവിലെയുടെ മേലാണ് അത് വന്നു വീഴുന്നതെങ്കിൽ, ആ പ്രയാസത്തിന്റെ തീവ്രത കാരണം ആ പ്രകാശം നഷ്ടപ്പെട്ട് അന്ധകാരമുള്ള രാത്രിയാകുമായിരുന്നു എന്ന് മഹദിയായ ഫാത്തിമ ബീവി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവേ, ഹബീബിന്റെ വഫാത്തിന്റെ 6 മാസത്തിന് ശേഷമാ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ഉണ്ടാകുന്നത്. ഫാത്തിമ ബീവിയുടെ വഫാത്ത് എന്ന വിഷയം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പെണ്ണേ, ആ മഹദിയുടെ ജീവിതത്തിൽ വല്ലാത്ത ചരിത്രമുണ്ട് മോളെ, വല്ലാത്ത പാഠമുണ്ട് പെങ്ങളെ. ദുനിയാവിന്റെ സർവമാന ദുലിക്ക് അല്ലാഹുവിന്റെ ദുനിയാവിലൂടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളുടെയും എല്ലാ തിന്മകളുടെയും ചുക്കാൻ പിടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 21-ാം നൂറ്റാണ്ടിലെ പ്രിയപ്പെട്ടവളെ, നിന്റെ മാതൃക അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള, ഹബീബിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമാ ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹയാകണം പ്രിയപ്പെട്ട പൊന്നുമോളെ. അല്ലാഹുവേ, ഹബീബിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി വല്ലാത്ത രോഗമാവുകയാണ്. വല്ലാത്ത രോഗിയായി ഫാത്തിമ ബീവി. അല്ലാഹുവിന്റെ ഹബീബായിരുന്നല്ലോ ഫാത്തിമ ബീവിക്ക് എല്ലാം. മുത്ത് നബി തങ്ങൾ വഫാത്ത് ആ പിതാവിന്റെ പൊന്നുമോളുടെ ഇടയിലുള്ള സ്നേഹം അത്രമേൽ വലുതായിരുന്നു. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിഞ്ഞ് പ്രിയപ്പെട്ട മക്കളുടെ ഉമ്മയായ ഫാത്തിമ ബീവിയെ കണ്ടാൽ ഹബീബ് ചേർത്ത് പിടിച്ച് ചുംബിക്കുമായിരുന്നു, സ്നേഹ ചുംബനങ്ങൾ നൽകുമായിരുന്നു. പുന്നാര നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുപഠിക്കണം പ്രിയപ്പെട്ടവരെ. ലോകത്ത് ഏറ്റവും ഉത്തമനായ പിതാവ്, ലോകത്ത് എല്ലാ മേഖലകളിലും മികച്ച നേതാവ്, അൽ ഇൻസാനുൽ കാമിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിന്റെ വഫാത്തിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ്, ഹിജ്റ 11 6 മാസം കഴിഞ്ഞിട്ടാണ് മഹദിയായ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ഉണ്ടാകുന്നത്. ഫാത്തിമ വല്ലാത്ത രോഗിയായി. ഒരു ദിവസം ഫാത്തിമ ബീവി നന്നായിട്ട് വേഗം നല്ല ഉത്സാഹത്തോടു കൂടി എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ വേഗം ചെയ്തിങ്ങനെ തീർക്കുകയാണ്. അപ്പൊ മഹാനായിട്ടുള്ള സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ല ഫാത്തിമ, ഇന്ന് എന്തേ നല്ല ഉത്സാഹത്തിലാണ്, രോഗമൊക്കെ മാറിയോ? ആഹാ, ഉഷാറായിട്ടുണ്ടല്ലോ. ഫാത്തിമ പറഞ്ഞു, അല്ല അലിയെ, ഇന്നൊരു വിരുന്ന് പോകാനുണ്ട്. ഞാനറിയാത്തൊരു വിരുന്ന്. ആട്ടെ, എവിടെയാ പോണേ ഇപ്പോ? അല്ല, എപ്പോഴാ വരിക? ഫാത്തിമ പറഞ്ഞു, അല്ല അലിയെ, ഇതിനൊരു മടക്കമില്ലാത്ത വിരുന്ന, നിന്റെ ഖിയാമത്ത് നാളിലെ കണ്ടുകിട്ടുള്ളൂ. അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ തമാശ പറയില്ല ഫാത്തിമ. മുത്ത് നബിയുടെ വഫാത്തിന് ശേഷം വഹി നിലച്ചു, പിന്നെ എവിടെ നിന്ന് കിട്ടി ഫാത്തിമ? ഇങ്ങനെ ഒരു വാദം. അവിടുന്ന് ഫാത്തിമ പറഞ്ഞു, അലിയെ, ഇന്നലെ രാത്രിയിൽ സ്വപ്നത്തിൽ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കൽ കടന്നു വന്നിരുന്നു അലിയെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് പറഞ്ഞു, മോളെ ഫാത്തിമ, കാണാൻ കൊതിയാകുന്നു പൊന്നുമോളെ, വരാൻ സമയമായെന്ന് എന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞു അലിയേ. ഇത് കേട്ടപ്പോ അലിയാര് തങ്ങളെ വേദനിക്കുകയാ. അല്ലാഹുവേ, ഹബീബിന്റെ വിയോഗം കൊണ്ട് നീറിയിരിക്കുന്ന മനസ്സിന് സമാധാനം കിട്ടും മുമ്പേ ഫാത്തിമ നീയും പോവുകയാണോ? ആട്ടെ ഫാത്തിമ, എനിക്ക് നിന്നോടൊരു 3 കാര്യം പറയാനുണ്ട് ഫാത്തിമ. എനിക്ക് നിന്നോടൊരു 3 കാര്യം പറയാനുണ്ട് ഫാത്തിമ. ഒന്നാമത്തത്, നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹബീബിനെ കണ്ടുമുട്ടുമ്പോ, മുസ്തഫായ റസൂലുള്ളയെ കണ്ടുമുട്ടുമ്പോ, എന്റെ ഖൽബിന്റെ രാജാവിനോട് എന്റെ സലാം പറയണേ ഫാത്തിമ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. രണ്ടാമത്തത്, പ്രിയപ്പെട്ട ഫാത്തിമ, അല്ലാ പ്രിയപ്പെട്ടവളെ, നീ എൻ്റെ കൂടെ, ഈ അലിയുടെ കൂടെ എത്രയോ നാളുകൾ എൻ്റെ കൂടെ കഴിച്ചു കൂട്ടിയവളാണ്. ജീവിതത്തിന് വല്ലാത്ത പ്രയാസം അനുഭവിച്ചവളാ, എത്രയോ ദിവസം പട്ടിണി കിടന്നവളാ മോളെ ഫാത്തിമ. അലിയുടെ ഇല്ലായ്മകളെ കുറിച്ച് നാളെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കൽ പോയിട്ട് പരാതി പറയല്ലേ ഫാത്തിമ, പരാതി പറയല്ലേ ഫാത്തിമ. മൂന്നാമത്തത്, നാളെ അള്ളാഹുവിന്റെ കത്തിയാളുന്ന മഹ്ശറയുടെ വൻസഭയിൽ പടച്ച റബ്ബേ, മുരിച്ചാൻ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ അലി സഹായത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നത് കണ്ടാൽ, അള്ളാഹുവേ, സഹായത്തിന്റെ പിടിവള്ളിക്ക് വേണ്ടി കേഴുന്നത് കണ്ടാൽ, ഒന്ന് ശുപാർശ ചെയ്യണേ ഫാത്തിമ, ഒന്ന് ശഫാഅത്ത് ചെയ്യണേ ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങള് ഫാത്തിമ ബീവിയെയും മക്കളെയും ചേർത്ത് പിടിക്കുകയാ. അവിടെ നിന്ന് കണ്ണീരൊഴുക്കുകയാണ്. അല്ലാഹുവേ, മഹദിയായ ഫാത്തിമ ബീവി ഉമ്മ റാഫി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഹബീബിന്റെ ജീവിതകാലത്ത് മുത്തുനബിക്ക് സേവനം ചെയ്തിരുന്ന മഹദിയാണ് ഉമ്മ റാഫി റളിയല്ലാഹു അൻഹ. ഉമ്മ റാഫിയോട് പറഞ്ഞു, ഉമ്മ, എനിക്കൊരൽപ്പം വെള്ളം ചൂടാക്കി തരുമോ ഉമ്മ? അങ്ങനെ ഉമ്മ റാഫി റളിയല്ലാഹു അൻഹു വെള്ളം ചൂടാക്കി കൊടുത്തു. ഫാത്തിമ ബീവി നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് ഖിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് അങ്ങനെ കിടക്കുകയാണ്.
മഹദിയുടെ ചാരത്ത് വഫാത്തിന്റെ വേളയിൽ മഹദിയുടെ ആ ചാരത്ത് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയുണ്ട്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ, അങ്ങനെ മഹദിയായ അസ്മാ ബിവിയോട് ഫാത്തിമ ബി പറയാണ്, അല്ലയോ അസ്മാ, എനിക്കൊരു പ്രയാസം തോന്നുന്നു അസ്മാ. എന്തേ ഫാത്തിമ എന്ന് ചോദിക്കുമ്പോ, അല്ല അസ്മാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, അന്നത്തെ മയ്യത്ത് കട്ടിലെന്ന് പറഞ്ഞാൽ വെറുമൊരു പലകയാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ മയ്യത്ത് കാണാൻ പറ്റുന്ന കോലത്തുള്ള ഒരു സാധനമാണ്. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു മയ്യത്ത് കട്ടിൽ എന്നെ കൊണ്ടുപോയാൽ അന്യപുരുഷന്മാരുടെ ശരീരത്തിന്റെ അളവുകൾ മനസ്സിലാക്കുമല്ലോ. അവിടുന്ന് ബഹുമാനപ്പെട്ട അസ്മാ ബി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞങ്ങള് ഹബിഷയിലേക്ക് ഹിജറ പോയ സമയത്ത്, ഉട്ടോപ്പിയിൽ ഹിജറ പോയ സമയത്ത് അവിടുത്തെ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നൊരു മയ്യത്ത് കട്ടിൽ കണ്ടിട്ടുണ്ട്. സൈഡൊക്കെ മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലിൽ മയ്യത്തിനെ വെച്ചാൽ പുറത്തുനിന്ന് ആൾക്കാർക്ക് കാണാത്ത രൂപത്തിലുള്ള ഒരു മയ്യത്ത് കട്ടിൽ. അത്തരത്തിലുള്ള മയ്യത്ത് കട്ടിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സജ്ജീകരിക്കുമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബിവി ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ ബിവി ചിരിച്ചത്, പിന്നീട് ഫാത്തിമ ബിവി ചിരിച്ചിട്ടുണ്ടെങ്കിൽ, ഹബീബിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ ബിവി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സംഭവം കേട്ടപ്പോഴാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ഖൈറുൽ ലിന്നിസാഇ ലൗലം തറയിന്ന റിജാൽ എന്നാണ് മഹദി അവர்கள் പറഞ്ഞത്. പെണ്ണേ, അന്യപുരുഷന്മാരെ കാണാതെ പെണ്ണ് അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിച്ചിരുന്നെങ്കിൽ അതാണ് ഒരു പെണ്ണിന് ഏറ്റവും ഖൈറെന്ന് മഹദിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ദുനിയാവിന്റെ തൊലിക്ക് പുറത്തുകൂടി നടന്നു പോകുന്ന പ്രിയപ്പെട്ടവളെ, ശരീരത്തിന്റെ ഓരോ ചുളിവും അറിയുന്ന രീതിയിലുള്ള വസ്ത്രവിധാനങ്ങളൊക്കെ നടത്തുന്ന പൊന്നുമോളെ, ഹബീബിന്റെ പ്രിയപ്പെട്ട മകളെയാണ് നീ റോൾ മോഡലാക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളെ കണ്ടോ, ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കണ്ടോ, ഫാത്തിമ ബീവിയെ കണ്ടോ. തന്റെ ജീവിതത്തിൽ തന്റെ ശരീരം ഒരന്യ പുരുഷനെയും കാണിച്ചിട്ടില്ല. മരണശേഷം തന്റെ ശരീരത്തിന്റെ അളവ് ഒരന്യ പുരുഷൻ മനസ്സിലാക്കുമോ എന്ന് പേടിച്ചു കഴിഞ്ഞ മഹദിയാണ് മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ, ആ മഹദിയുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. അവരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അങ്ങനെ നിറകണ്ണുകളോടെ മഹദിയായ ഫാത്തിമ ബീവിയുടെ ജനാസ, അല്ലാഹുവേ, ഫാത്തിമ ബീവിയുടെ മയ്യിത്ത് പരിപാലനം നിറകണ്ണുകളോടെ അലിയാര് തങ്ങൾ നടത്തുകയാ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ 3-ന് ഹിജ്റ 11-ാമത്തെ വർഷം മഹദിയായ ഫാത്തിമ ബീവി ലോകത്ത് നിന്ന് വിട പറയുകയാ. ഹബീബിന്റെ പൊന്നുമോൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ സ്വർഗീയ യുവത്വത്തിന്റെ നേതാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പ്രിയപ്പെട്ടവരായ മാതാവ് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. അല്ലാഹുവേ, അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. നിറകണ്ണുകളോടെ അലിയാര് തങ്ങൾ മയ്യിത്ത് പരിപാലനം നടത്തുകയാണ്. അവിടുന്ന് വേദനയോടെ പറഞ്ഞുപോയി. അലിയ തങ്ങൾ വേദനയോടെ അവിടുന്ന് പാടിപ്പോയി. لكل اجتماع من خليلين فرقة وكل الذي دون الممات قليل وإن افتقادي فاطما بعد أحمدي دليل على ألا يدوم خليل. ലോകത്ത് നമ്മൾ സ്നേഹിച്ച ഒരാളും എന്നും നിലനിൽക്കില്ല എന്നതിന്റെ ഉത്തമമായ തെളിവാണ് ഹബീബ് ഞങ്ങൾക്ക് ഹൃദയം കൊടുത്ത് സ്നേഹിച്ച മുത്തുനബി തങ്ങള്. അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അതിനുശേഷം പ്രിയപ്പെട്ടവളായ ഫാത്തിമ മരണപ്പെട്ടു പോയി. ഇതൊക്കെ തെളിയിക്കുന്നത് ലോകത്ത് സ്നേഹിതന്മാർ പരസ്പരം സ്നേഹിക്കുന്നവർ എന്നും ഒന്നായിരിക്കില്ല എന്നതിന്റെ
തെളിവാണെന്ന് വേദന കൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാടുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹബിഷയിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ അല്ലാഹുവേ അന്യപുരുഷന്മാരെ കാണാത്ത കോലത്തില് മഹദിയായ ഫാത്തിമ ബീവിയെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാ, ഖബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോവുകയാ. അല്ലാഹുവേ മഹദിയായ ഫാത്തിമ ബീവിക്ക് സജ്ജീകരിക്കപ്പെട്ട ഖബറിന്റെ സ്ഥാനത്തേക്ക്, ഖബറിന്റെ ചാരത്തേക്ക് അബൂദർ തങ്ങൾ കടന്നു വരികയാ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, അല്ലയോ ഖബറേ, ഇന്ന് നിന്റെ അകത്തളത്തിലേക്ക് കടന്നു വരുന്നത് ആരെന്നറിയുമോ? ഇന്ന് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ആരെന്നറിയുമോ? ഹബീബിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയാ, അലിയുടെ പ്രിയപ്പെട്ടവളായ ഭാര്യയാ, സ്വർഗത്തിന്റെ യുവത്വത്തിന്റെ നേതാവ്, ഹബീബിന്റെ രണ്ട് റൈഹാൻ പുഷ്പം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പ്രിയപ്പെട്ട ഉമ്മയാണ് എന്ന് പറയുന്ന നേരത്താണ് ഖബർ പറയുന്നത്. അല്ലാഹുവേ, ഈ ഖബറിന്റെ അകത്തളത്തില് കുടുംബ മഹിമയ്ക്ക് സ്ഥാനമില്ല, കുലമഹിമയ്ക്ക് സ്ഥാനമില്ല, ആരുടെ മകളെന്ന് നോക്കുന്നില്ല, ആരുടെ ഭാര്യ എന്നത് വിഷയമല്ല, ആരുടെ ഉമ്മ എന്നത് ചർച്ചയില്ല. ഫാത്തിമ അല്ലാഹുവിന്റെ ദുനിയാവില് എന്താണോ ചെയ്തത്, ഫാത്തിമയുടെ സൽക്കർമ്മത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹുവിന്റെ ഖബറിൽ അനുഭവിക്കുക എന്ന് ഫാത്തിമ ബീവിയുടെ ഖബറാണ് പൊന്നുപെങ്ങളെ പറഞ്ഞത്. ഫാത്തിമ ബീവിയുടെ ഖബറാണ് പറഞ്ഞത്. അല്ലാഹുവേ, ദുനിയാവിലെ എല്ലാവിധ ദോഷങ്ങൾക്കും എല്ലാവിധ തിന്മകളുടെ വഴിയിലൂടെ നടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെയും നിന്റെയും ഖബറിന്റെ വർത്തമാനം എന്താ? അല്ലാഹുവേ, പടച്ചറപ്പേ, ആ ജീവിതം നിങ്ങൾക്ക് നീ ഖൈറാക്കി തരണേ അല്ലാ. ചിതളും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമളാമൃതൂലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബീവിയുടെ ഖബർ പറഞ്ഞത് കേട്ടോ? ഫാത്തിമ ബീവിന്റെ ഖബർ പറഞ്ഞത് കേട്ടോ? നമ്മളൊക്കെ മരിച്ചു പോകേണ്ട ഒരു ദിവസം ആറടി മണ്ണിൽ വെക്കേണ്ട മയ്യത്തുകളല്ലേ? അല്ലാഹുവേ, റബ്ബേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ ഖബറിൽ വിജയിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അങ്ങനെ ഫാത്തിമ ബീവിയെ ഖബറടക്കി കഴിഞ്ഞു. എല്ലാവരും മടങ്ങിപ്പോയി. അല്ലാഹുവേ, എല്ലാവരും മടങ്ങിപ്പോവുകയാ. പ്രിയപ്പെട്ടവളായ ഫാത്തിമ ബീവിയുടെ ചാരത്ത് ബഹുമാനപ്പെട്ട അലി തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് പോകാൻ മഹദിയായ ഫാത്തിമയുടെ ചാരത്ത് നിന്ന് ഒന്ന് മടങ്ങാൻ അലിയ തങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. അലിയാര് തങ്ങൾ ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. അല്ലാഹുവേ, കരഞ്ഞ് അവിടുന്ന് പാടുകയാണ്. മഹാനായ അലിയാര് തങ്ങൾ ആ ഖബറിൽ നിന്ന് ഇങ്ങ് ചാരത്തിങ്ങനെ കിടന്ന് കണ്ണീരൊടുക്കിക്കൊണ്ട് അവിടെ നിന്ന് പാടുകയാ. മാലി മറർത്തു അലൽ ഖുബൂരി മുസല്ലിമാ ഖബറൽ ഹബീബി ഫലം യറുദ്ദ ജവാബി യാ ഖബറു മാലക ലാ തുജീബു മുനാദിയാ അമലൽത ബഅദി ഖുല്ലതൽ അഹ്ബാബി. ഞാൻ എത്രയോ നേരം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ഇങ്ങനെ സലാം പറയുന്നുണ്ടല്ലോ, എന്തേ എനിക്ക് ഉത്തരം തരാത്തത്? മരിച്ചതിന് ശേഷം എന്നെ മറന്നുവോ, എന്നെ മടുത്തുവോ എന്നാൽ ആര് തങ്ങൾ വേദന കൊണ്ട് ചോദിക്കുകയാ. അല്ലാഹുവേ, അങ്ങനെ ആ മണ്ണിൽ ഇങ്ങനെ ആ ഖബറിൽ ഇങ്ങനെ മുഖം പൂഴ്ത്തിയിട്ട് മുഖം അമർത്തിയിട്ട് ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ വീണ്ടും പാടുകയാ. അപ്പോഴാണ് ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ഭാഗത്ത് നിന്ന് ഒരു അശ്രീരി കേൾക്കുന്നത്. ഖാലൽ ഹബീബു വകൈഫ ലീ ബിജവാബികും വഅന റഹീനു ജനാദിലും വതുറാബി അകലത് തുറാബു മഹാസിനി ഫനസീതുകും വഹുജിബ്തു അൻ നഹ്ലി വഅൻ അത്റാബി
വഅലൈക്കും മിന്നിസ്സലാമു തഖത്തഅത് മിന്നി വമിൻകും ഖുല്ലത്തുൽ അഹ്ബാബി. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇങ്ങനെ എന്നോട് ഓരോന്ന് പറയുകയാ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുക? ഞാൻ ഇന്ന് കല്ലിന്റെയും മണ്ണിന്റെയും പണയമായിട്ട് ഖബറിലേക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ലേ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ദുനിയാവിൽ നിന്ന് ഭൗതികമായ ബന്ധം നമ്മൾ തമ്മിൽ താൽക്കാലികമായി അസ്തമിച്ചു. ഇനി അല്ലാഹുവേ, പടച്ചോന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ മേൽ സലാം, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. അല്ലാഹുവേ, കരഞ്ഞുകൊണ്ട് ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ബഹുമാനപ്പെട്ട അലി തങ്ങൾ എഴുന്നേൽക്കുകയാ. അലിയാര് തങ്ങൾ എഴുന്നേറ്റിട്ട് തന്റെ പ്രിയപ്പെട്ട മക്കളുടെ അടുക്കലേക്ക് കടന്നു പോവുകയാ. ഫാത്തിമ ബീവി പിഞ്ചു മക്കളെ അലിയാര് തങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. അല്ലാ, ആ മഹദിയുടെ കൂടെ അല്ലാഹു നാളെ സ്വർഗീയ ലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മുത്തു നബിയുടെ കരളിന്റെ കഷ്ണത്തിന്റെ ജീവിതം നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കണേ. അവിടുത്തെ ജീവിതം നിങ്ങൾ ഒരുപാട് പഠിക്കണേ. അല്ലാഹുവേ, അല്ലാഹുവേ, നാളെ സ്വർഗീയ സ്ത്രീകളുടെ വനിതകളുടെ നേതാവാണ് മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ, അവിടുത്തെ ജീവിതം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.